ഷോപ്പിൽ ഇന്ന് ഹനയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നിഷാക്ക വീഡിയോ കോൾ ചെയ്ത് മുതൽ തുടങ്ങിയതാണ്. മിഷുപ്പ് നിലത്തൊന്നല്ല, ഭയങ്കര ബഹളം. എനിക്കിപ്പോൾ ഹനേമിനെ കാണണോ, ഇപ്പം തന്നെ ഷോപ്പിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിഷാക്ക പറഞ്ഞു എന്നാൽ പിന്നെ റെഡി ആയിക്കോട്ടെ, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ നിഷാക്ക വിളിച്ചിട്ട് പറഞ്ഞു 4 ദിവസമായില്ലേ വന്നിട്ട്, ഇതുവരെ നിങ്ങൾ ഷോപ്പിൽ പോയില്ലല്ലോ, നിങ്ങൾ റെഡി ആയിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇന്ന് ലഞ്ച് ഷോപ്പിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയായി നിഷാക്കാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നിഷാക്ക വരികയും ചെയ്തു. പിന്നെ ഡ്രസ്സ് ചെയ്തു. ഇതൊക്കെ ഞാൻ പിടിച്ച് നിർത്തിയല്ല കേട്ടോ, സ്വന്തമായിട്ട് നിന്ന് ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കുറച്ച് മുന്നോട്ടേക്കാണ് വണ്ടി വെച്ചെന്നാൽ അന്നേരം ഇവർ നിർത്തുമ്പോൾ അവിടെ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടായില്ല. അപ്പോൾ കുറച്ച് മുന്നോട്ടേക്ക് നിർത്തി. ഹൈസനെ കയ്യിൽ പിടിച്ച് കൊണ്ടെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീമും ചോക്ലേറ്റും എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കും. അതുകൊണ്ട് കയ്യിൽ പിടിച്ച് നേരെ കൊണ്ടുപോയി വണ്ടി കയറ്റി. അങ്ങനെ വണ്ടി കയറി ഇരുന്നത് പിന്നെ ബലൂണിനായിട്ടോ ബഹളം. അപ്പോൾ അവിടെ എത്തിരി തരാമെന്ന് പറഞ്ഞു. ഇതാണ് നിഷാക്കാൻ്റെ ഷോപ്പ് കേട്ടോ, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. അങ്ങനെ നമ്മൾ രാജാജിയിൽ അവിടെ എത്തി നേരെ പാർക്ക് ചെയ്ത് നേരെ ലിഫ്റ്റ് കയറി നേരെ മെസ്സിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഹനേമുള്ളതെന്ന് പറഞ്ഞു, അവിടുത്തെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ മെസ്സിലെത്തി. അവിടെ തന്നെ അലീമ ഉണ്ടായിരുന്നു, മോളും ഉണ്ടായിരുന്നു. മിഷുപ്പിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ഹനേമിനെ കണ്ടപ്പോൾ പിന്നെ കളറയിലും പെയിൻറ്റ് ചെയ്യലും എന്തൊക്കെയോ ഇതിലങ്ങ് എൻഗേജ്ഡായി. ഹൈസ ആണെങ്കിൽ ഹനേമിനെ കണ്ട് അന്നോട്ടം ആരാണെന്ന് ഓർമ്മയില്ല കേട്ടോ, ചെറുപ്പത്തിൽ കണ്ടതാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കളിച്ച് കിടന്നിട്ട് പിന്നെ നമ്മൾ നേരെ മെസ്സിൽ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നടന്നു.